ശ്രീ കെ എം അഭിജിത്ത്, നിങ്ങൾ ഇതിനു മുൻപും മാധു ഒരു മിനിറ്റ് മാധു വരുമ്പോ നേരത്തെ വൈകാരികമായി വളരെ പ്രക്ഷുബ്ധനായി പ്രിയപ്പെട്ട SFIയുടെ പ്രതിനിധി ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. ഈ ആവേശമൊക്കെ +1 സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കാണിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്നൊരു മറുപടിയാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു മിനിറ്റ് ഇതിപ്പോ പി എം ആർഷോ കാണിച്ചിരുന്നെങ്കിൽ കെ എം അഭിജിത്ത് കേട്ടോണ്ടിരിക്കുകയായിരുന്നോ? ശരി, നിങ്ങൾ പറയാം. അല്ല, അതൊരു ശരിയായ നിലപാടല്ല. ശരിയായ നിലപാടല്ല. ശരിയായ നിലപാടല്ല. അത് തുടങ്ങിയല്ലോ, പൂർത്തീകരിച്ചോളൂ. അല്ലല്ല മാധു ശരിയല്ലല്ലോ, തെറ്റിദ്ധരിപ്പിക്കുന്ന പല വാദങ്ങളും അതിന്റെ മറുപടിയിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ മറുപടി പറയണമെങ്കിൽ ചോദ്യം മിനിമം മുന്നോട്ട് വെക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കണ്ടേ ഒരു ചർച്ച നയിക്കുന്ന ആൾക്ക്? ശരി, പറയൂ. അല്ല, അഭിജിത്ത് പറഞ്ഞല്ലേ, തുടങ്ങിക്കോളൂ, പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞു വന്നു മാധു, അതൊരു ചെറിയ വിഷയമല്ലെന്നേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങേക്കൊരു ബുദ്ധിമുട്ട്, ഒരു ആങ്കർ എന്ന രീതിയിൽ അങ്ങേക്ക് അതിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. പക്ഷെ എനിക്കിവിടെ പറയേണ്ടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങ് ആരംഭത്തിൽ തന്നെ ഞാൻ അങ്ങയോട് ഇത് സൂചിപ്പിച്ചത്. കാരണം ഇവിടെ ആർഷോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിന് മറുപടി കൊടുക്കാതെ പോകാതിരിക്കാൻ നിർവാഹമില്ല. സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്നറിയാത്ത കേരളത്തിന് ബാധ്യതയായി മാറുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന് ക്യാപ്സ്യൂളുകൾ എഴുതി കൊടുക്കുന്ന അതേ ആള് തന്നെയാണോ ഇദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്നത് എന്നുള്ള ഒരു സംശയം ഞാൻ മുമ്പോട്ട് വെക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞല്ലോ, 10,997 വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല എന്ന് ചോദിച്ചാൽ അവർ അവരുടെ ഊണും ഉറക്കവുമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിയിട്ട്, ഏറ്റവും മികച്ച റാങ്കുകൾ വാങ്ങിയിട്ട്, ഗ്രേഡുകൾ വാങ്ങിയിട്ട് അവരാഗ്രഹിക്കുന്നിടത്ത് പഠിക്കാൻ, അവർ ആഗ്രഹിക്കുന്ന കോഴ്സിൽ കോമ്പിനേഷനിൽ പഠിക്കാൻ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ അവർ അഡ്മിഷൻ എടുക്കുന്ന എന്തിനവർ അഡ്മിഷൻ എടുക്കണം? ഇവർ നേരത്തെ ആർഷോ പറഞ്ഞ ഗുരുതരമായ 1-2 വാദങ്ങളുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ആളുകളെ സമ്മർദ്ദപ്പെടുത്തി അഡ്മിഷൻ എടുപ്പിച്ചിട്ടില്ല. ആരെടുപ്പിച്ചിട്ടില്ല ആർഷോ? നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കുന്നത്? ആരാണ് അഡ്മിഷൻ എടുക്കാതെ സമ്മർദ്ദപ്പെടുത്തിയത്? ആരാണ്? അപ്പൊ ഇതുപോലുള്ള വാദങ്ങൾ നിർത്തുകയാണെന്നേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുട്ടി അവൻ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ, അത് സയൻസ് ആയിരിക്കാം, കൊമേഴ്സ് ആയിരിക്കാം, ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം, അതെടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെ തള്ളി പറയാൻ പറ്റുമോ? ഈ 2024 നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേന്മയെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ നയം ഈ രാജ്യത്തിന്റെ ഭരണകൂടം അവതരിപ്പിച്ചു. അതിലേക്ക് നമുക്ക് വരാം. അങ്ങനെ അവതരിപ്പിച്ചപ്പോ ഈ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം അവകാശമായ നാട്ടിലാണ് 15 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത്. അങ്ങനെ നിഷേധിക്കുന്നിടത്ത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കില്ല. അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ആ പ്രതിനിധി തന്നെ പറയട്ടെ. രണ്ടാമത്തത്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മുഴുവൻ വിഷയങ്ങൾക്ക് A+ കിട്ടിയ കുട്ടി അവൻ ആഗ്രഹിക്കാത്ത സ്ട്രീമിൽ അഡ്മിഷൻ വരുമ്പോൾ, അലോട്ട്മെന്റ് വരുമ്പോൾ അവൻ അലോട്ട്മെന്റ് എടുക്കില്ല. അത് അഡ്മിഷൻ എടുക്കാൻ വിമുഖത കൊണ്ടല്ല, അത് സർക്കാരിന്റെ കഴിവുകേടും പരാജയം കൊണ്ടാണ്. ഇത് ഇന്ന് മാത്രം ഉണ്ടായതല്ലെന്നേ, കുറെ നാളുകളായി. അതുകൊണ്ടാണല്ലോ സീറ്റ് വർധനയ്ക്ക് പകരം ബാച്ച് വർധനവ് എന്നൊരു ആവശ്യം കാലാകാലങ്ങളായി മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം N. ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു 27 കോടി കേരളീയത്തിന് മുടക്കാനുണ്ട്, 20 കോടി അധിക ബാച്ചിന് അനുവദിക്കാനില്ല എന്ന്. ഈ ബാച്ച് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമാണ് നിലവിലുള്ളത്? അത് അധ്യാപകരുടെ പ്രശ്നം കൊണ്ടാണോ, സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ പ്രശ്നം കൊണ്ടാണോ? എങ്ങനെയാണ് സർക്കാർ അതിനെ വിശദീകരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും മാധു ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ഹയർ സെക്കൻഡറിക്ക് പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നില്ല എന്ന് പറയാനുള്ള സാമാന്യമായ മര്യാദയെങ്കിലും ഈ സർക്കാർ കാണിക്കണമെന്ന് അവരോട് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം മാധു, നേരത്തെ ആർഷോ പറഞ്ഞു വെച്ചൊരു വലിയ ഗുരുതരമായൊരു തെറ്റുണ്ട്. 449 ബാച്ചുകളാണത്രേ UDF ഗവൺമെന്റ് അനുവദിച്ചത്. പ്രിയപ്പെട്ട ആർഷോ, അങ്ങ് സർക്കാരിനെ ന്യായീകരിച്ചു കൊണ്ടേ ഇരുന്നോളൂ, തർക്കമൊന്നുമില്ല. +1 അഡ്മിഷൻ കിട്ടാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന വിദ്യാർത്ഥികളെ പരിഹസിച്ചുകൊണ്ടേ ഇരുന്നോളൂ, തർക്കമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന എല്ലാ അസത്യങ്ങളും അങ്ങ് കണ്ണടച്ച് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അത് മറ്റാരെങ്കിലും നോക്കിയാൽ മതി എന്ന് സൂചിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ 2011-ലും 2014-ലുമായി ഈ കേരളത്തിൽ 850 ഹയർ സെക്കൻഡറി ബാച്ചുകളാണ് ഈ UDF ഗവൺമെന്റ് ഇവിടെ അനുവദിച്ചത്. 850 ബാച്ചുകൾ. അത് 2011-ന്റെയും 2016-ന്റെയും ഇടയിലാണെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് കുറച്ചുകൂടി പുറകോട്ട് പോയാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2001-ന്റെയും 2006-ന്റെയും ഇടയിൽ ബഹുമാന്യനായ ശ്രീ AK ആന്റണിയും ശ്രീ
ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ശ്രീ നാലകത്ത് സൂപ്പി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ ഹൈസ്കൂളുകളിൽ എല്ലാ ഹൈസ്കൂളിലും +1 ബാച്ച് നിലവിലുള്ള എല്ലാ ഇടങ്ങളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളാക്കി അതിനെ അപ്ഗ്രേഡ് ചെയ്യാനും പുതിയ +1 ബാച്ചുകൾ കൊടുക്കാനുമുള്ള നടപടി സ്വീകരിച്ചു വന്നു. 2001 മുതൽ 2006 വരെ, 11 മുതൽ 16 വരെ വീണ്ടും അധികാരത്തിലേക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ 226 പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് കേരളത്തിൽ അനുവദിക്കപ്പെട്ടത്. അവിടെയാണ് 850-ൽ പരം ബാച്ചുകൾ അനുവദിക്കപ്പെട്ടത്. ഇതിനെയൊക്കെ അങ്ങ് മായ്ച്ചു കളയാൻ കുറെ MA ബേബി കൊടുത്ത കണക്കാ. നിങ്ങൾ വസ്തുനിഷ്ഠമായി കണക്ക് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നേരത്തെ MA ബേബി ഭരിച്ച കാലത്ത് 179 അധിക സ്കൂൾ അനുവദിച്ചപ്പോൾ നിങ്ങൾ സമരം ചെയ്തു എന്ന്. അങ്ങനെ ഒരു സമര ചരിത്രമുള്ളവരാണ് ഇപ്പോൾ മലബാറിന്റെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വിലാപമുണ്ടാക്കുന്നത്. എവിടെയാണെന്ന് ആർഷോ പറയട്ടെ എന്തിന് സമരം ചെയ്തു എന്ന് ആർഷോ പറയട്ടെ. ഞങ്ങൾ ഇവിടെ പറയുന്നു. പിന്നെ ആർഷോ നേരത്തെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. 2011 അങ്ങനെ സമരം ചെയ്തിട്ടില്ല എന്നാണോ? സ്കിപ്പ് ചെയ്ത പോലെ ശ്രീ കെ എം അഭിജിത്ത്, അങ്ങനെ ഒരു സമരം നിങ്ങൾ നടത്തിയിട്ടില്ല എന്നാണോ? PM ആർഷോ SFയുടെ സംസ്ഥാന സെക്രട്ടറി ഉത്തരവാദിത്തപൂർവ്വം പറയുന്നതാണ് തെക്കൻ ജില്ലകൾക്ക് അധിക ബാച്ചുകൾ അനുവദിക്കുന്നുണ്ട്, വടക്കൻ ജില്ലകളിൽ അങ്ങനെ തെക്കൻ ജില്ലകൾക്ക് അനുവദിക്കാതെ വടക്കൻ ജില്ലകളിൽ 179 ബാച്ചുകൾ അനുവദിച്ചതിനെതിരെ നിങ്ങൾ സമരം നടത്തിയെന്ന്. ശരിയാണോ അല്ലയോ? നോക്കൂ, അന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ പറയുന്നു, എല്ലാ ഇടങ്ങളിലും ഇത് ഭരിക്കുന്ന പാർട്ടി ആരാണ്, ഭരിക്കുന്ന കൊടിയുടെ നിറമേതെന്ന് നോക്കി സമരം ചെയ്യുന്ന ആളുകളല്ല ഞങ്ങൾ. എക്കാലത്തും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും സ്കൂളുകൾ വേണമെന്നുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. നോക്കൂ, നിങ്ങൾ 2011-ന്റെയും 2016-ന്റെയും ഇടയിൽ വിദ്യാർത്ഥികൾക്ക് +1 അഡ്മിഷന് സ്കൂളുകൾ ഇല്ലാതെ വരുമ്പോൾ അതിനുവേണ്ടി നിതാന്തം സമരം ചെയ്ത സംഘടനയുടെ പേര് തന്നെയാണ് KSU. MSF അടക്കമുള്ള ഇവിടുത്തെ UDF-ന്റെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം അതിനുവേണ്ടി ശബ്ദമുയർത്തിയ ആളുകളാണ്. ആ കാലത്ത് മറ്റു പല വാദങ്ങളെയും നിങ്ങൾ ഇതുമായിട്ട് കോട്ട് ചെയ്യേണ്ട. രണ്ടാമത്തെ കാര്യം, ശ്രീ ആർഷോ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? ആർഷോ ആരാ നിങ്ങളെ കഴിഞ്ഞ വർഷങ്ങളിൽ സമ്മർദ്ദപ്പെടുത്തി വിദ്യാർത്ഥികളിൽ നിന്ന് അഡ്മിഷൻ എടുക്കണ്ട എന്ന് പ്രേരിപ്പിച്ചത്? നിങ്ങളത് പറയണ്ടേ? നിങ്ങൾ അങ്ങനെ ഇവിടെ +1 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാൻ വേണ്ടി ഞങ്ങൾ ആരെയോ സമ്മർദ്ദപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ തെളിയിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. എന്തായാലും ഇവിടെ ഒരിക്കൽ കൂടി പറയുന്നു, സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്നറിയാത്ത ഒന്നിനും ഒരു തരത്തിലും, കാരണം ഇത് ഇന്ന് മാത്രമല്ലല്ലോ, എല്ലാ കാലങ്ങളിലും ഈ വിദ്യാർത്ഥികളുടെ വിഷയം മുൻപോട്ട് വെച്ച് കൊടുത്തിട്ടും അദ്ദേഹത്തെ പോയി കണ്ടിട്ടും സഭയിലടക്കം പലതവണ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടും അതിനൊന്നും പരിഹാരം കാണാതെ ഇന്ന് 3ാമത്തെ അലോട്ട്മെന്റും കഴിഞ്ഞ വിദ്യാർത്ഥികൾ കണ്ണീരോടെയാണ്, പല വിദ്യാർത്ഥികളും കണ്ണീരോടെയാണ് ഈ തങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ സന്ദർഭത്തിൽ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ രക്ഷിതാക്കൾ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മുഴുവൻ വിഷയങ്ങൾക്ക് A+ കിട്ടിയ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു സർക്കാരിന്റെ മുൻപാകെ രാഷ്ട്രീയ മതജാതി ഭേദമന്യേ വർണ്ണഭേദമന്യേ ആളുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ, സാമാന്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരായ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതേസമയം നേരത്തെ സൂചിപ്പിച്ചു, മാധുവിന്റെ ചോദ്യത്തിൽ പറഞ്ഞു, ദൂർത്ത് നടത്താൻ ഇവർക്ക് പണമുണ്ട്. +1 ബാച്ച് അനുവദിക്കാൻ ഇവർക്ക് പണമില്ലെങ്കിലും ദൂർത്ത് നടത്താൻ ഇവർക്ക് പണമുണ്ട്. ദൂർത്തിന് വേണ്ടി എത്ര പണം വേണമെങ്കിലും ഇവർ ചെലവാക്കും. ക്ലിഫ് ഹൗസ് നവീകരിക്കാനും പുതിയ വാഹനങ്ങൾക്ക് വേണ്ടിയും ആർഭാടങ്ങൾ നടത്താനും എല്ലാം ഇവർക്ക് പണമുണ്ട്. തിരുവനന്തപുരം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകണ്ട, അതിലേക്ക് മറുപടി പറഞ്ഞു പോയാൽ ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോ N ശംസുദ്ദീൻ നിയമസഭയിൽ ചോദിച്ചൊരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു അങ്ങനെ തന്നെ ഉന്നയിച്ചു എന്നേ ഉള്ളൂ. മറ്റു വിഷയങ്ങളിലേക്ക് ഇപ്പൊ പോയാൽ അതിന് മറുപടി പറഞ്ഞാൽ ഈ വിഷയവുമായി ചർച്ച മുന്നോട്ട് പോകാതെ വരും.